ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഗാസ യുദ്ധത്തിന് ഇന്ന് 2 വയസ്സ് തികയുകയാണ്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 67,160 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 30% കുട്ടികളാണ്. 1,69,679 പേർക്ക് പരിക്കേറ്റതായ കണക്കുകളുമുണ്ട്. ഗാസയിലെ 22 ലക്ഷം ജനങ്ങളിൽ 90% ഭവനരഹിതരാണ്. 6.5 ലക്ഷത്തോളം ആളുകൾ കൊടും പട്ടിണിയിലാണ്. യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രി സംവിധാനങ്ങളും തകർന്നടിഞ്ഞതിനാൽ പലസ്തീൻ അധികൃതർ നൽകുന്ന കണക്ക് യഥാർത്ഥ മരണസംഖ്യയേക്കാൾ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. സായുധ സംഘടനയായ ഹമാസ് 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ നടത്തിയ മിന്നൽ ആക്രമണത്തോടെയായിരുന്നു തുടക്കം. ഹമാസിന്റെ ആക്രമണത്തിൽ 1,200 പേരാണെന്ന് കൊല്ലപ്പെട്ടത്. 1,795 പേർക്ക് പരിക്കേറ്റിരുന്നു. 251 പേരെ ഹമാസ് എന്ന ബന്ദികളാക്കുകയും ചെയ്തു. പിന്നാലെ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഗാസയിൽ ഇസ്രയേൽ സൈന്യം കനത്ത വ്യോമാക്രമണവും ആരംഭിച്ചു. ആക്രമണം രൂക്ഷമായതോടെ ഗാസയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം ആരംഭിച്ചു. ഹമാസിന്റെ സാന്നിധ്യം ആരോപിച്ച് ആശുപത്രികളും സ്കൂളുകളും വരെ ഇസ്രയേൽ സൈന്യം തകർത്തു. ബന്ദികളെ വിട്ടയക്കണമെന്ന ആവശ്യം ഹമാസ് നിരാകരിച്ചതോടെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു. 2023 നവംബറിൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയ്ക്കുള്ളിൽ ഇസ്രയേൽ സൈന്യം പ്രവേശിക്കുകയുണ്ടായി. ആശുപത്രിയുടെ മറവിൽ ഹമാസിന്റെ സൈനിക കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കം. ആശുപത്രിക്കുള്ളിൽ ഓരോ മുറികളിലും സൈനികർ പ്രത്യേകം പരിശോധന നടത്തുകയും ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നവംബർ 23 ഒരാഴ്ചത്തെ വെടിനിർത്തൽ അന്ന് പ്രഖ്യാപിച്ചു. ഉടമ്പടി പ്രകാരം 105 ഇസ്രയേൽ തടവുകാരും 240 പലസ്തീൻ തടവുകാരും മോചിതരായി. ഡിസംബർ 1 ഇസ്രയേൽ ഏകപക്ഷീയമായ ആക്രമണവും പുനരാരംഭിച്ചു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ 2024 ജനുവരി 2 ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഖ് അൽ അരൂരി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ പലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്നത് തടയണമെന്ന് ജനുവരിയിൽ രാജ്യാന്തര നീതിന്യായ കോടതി ഇസ്രയേലിന് ഉത്തരവും നൽകിയിരുന്നു. ബന്ദിയാക്കിയ ഇസ്രയേൽ പൗരന്മാരെ നിരുപാധികം വിട്ടയക്കാൻ പലസ്തീൻ സംഘടനകളോടും കോടതി അന്ന് ആവശ്യപ്പെട്ടു. 2025 ജനുവരി 15 ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചുവെന്നാരോപിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയാണുണ്ടായത്. ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേൽ തടഞ്ഞു. ഗാസയിലെ ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങിയതോടെ സഹായം എത്തിക്കാൻ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. ഗാസ ജനസംഖ്യയുടെ 25% പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ സൈന്യം നിരവധി തവണ ആക്രമണം നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടുവെങ്കിലും ഗാസയിലെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ടാങ്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നതും ഇസ്രയേൽ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.